ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് ഇപ്പം കഴിഞ്ഞ കുറച്ച് എക്സാംസിലൊക്കെ ആയിട്ട് തന്നെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് പഠിച്ചു മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പം ഞാനിവിടെ ഓരോ സെക്ഷൻ ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വേൾഡ്, ഇന്ത്യ, കേരളം, അതുപോലെ തന്നെ വെന്യൂസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെന്യൂസ്, അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് നമുക്ക് വേൾഡിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റൻ ആണ്, ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അത് ഡെവിൻ ആണ്. ഓക്കെ, ഡെവിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് വന്നിട്ടുള്ളത് അബുദാബിയിലാണ്. മുഹമ്മദ് ബിൻ സായിദ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അതെവിടെയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അബുദാബി അല്ലെങ്കിൽ UAE എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. ഓക്കെ, ഇനി ChatGPT നിരോധിച്ച ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. ഓക്കെ, ChatGPT ആദ്യമായി നിരോധിച്ച എന്താണ്? അത് ഇറ്റലിയാണെങ്കിൽ ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അത് ലണ്ടനിലാണ്. ഓക്കെ, എന്താണ് AI സുരക്ഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വരുന്നത്? ലണ്ടനിലാണ് വരുന്നത്. ലോകത്തിൽ ആദ്യമായി AI നിയന്ത്രണ നിയമം പാസ്സാക്കിയത് അത് യൂറോപ്പാണ്. ഓക്കെ, യൂറോപ്പിൽ എന്താണുള്ളത്? ലോകത്തിൽ ആദ്യമായിട്ട് AI നിയന്ത്രണ നിയമം ആണ് യൂറോപ്പിൽ പാസ്സാക്കിയിട്ടുള്ളത്. ഇനി ലോകത്തിൽ ആദ്യമായിട്ട് AIക്ക് ഉപദേഷ്ടാവിന്റെ പദവി നൽകിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് റൊമാനിയാണ്. ഓക്കെ, റൊമാനിയ എന്താ ചെയ്തിട്ടുള്ളത്? ലോകത്ത് ആദ്യമായിട്ട് AIക്ക് ഉപദേഷ്ടാവിന്റെ പദവിയാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ആ ഒരു AIയുടെ പേരെന്ന് പറയുന്നത് ഓർത്തിരിക്കുക, അയോൺ എന്നാണ്. ഓക്കെ, അയോൺ എന്ന ആ ഒരു AI മോഡലിനാണ് അവിടെ അവർ ഉപദേഷ്ടാവിൻ്റെ പദവി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കുറച്ച് പ്രാവശ്യം ചോദിച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക ആരാണെന്നുള്ളത് അത് ബിയാട്രിസ് ആണ്. ഓക്കെ, ബിയാട്രിസ് ആണ് ലോകത്തിലെ ആദ്യത്തെ AI അധ്യാപിക. ആൻഡ് ഇതിനെ വികസിപ്പിച്ചത് ദേവ് ആദിത്യവും അതുപോലെ തന്നെ ഡോക്ടർ പോൾ ഡി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് ബിയാട്രിസിനെ വികസിപ്പിച്ചിട്ടുള്ളത്. ഇനി ലോകത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് CEO എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കയാണ്. ഓക്കെ, മിക്ക ആരാണ്? ലോകത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് CEO ആണ്. ലോകത്താദ്യമായി AI വകുപ്പ് ആരംഭിച്ച രാജ്യം ആണ് UAE. അപ്പോൾ UAEയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? ആദ്യമായിട്ട് AI യൂണിവേഴ്സിറ്റി വന്നതും അതുപോലെ ലോകത്ത് ആദ്യമായിട്ട് AI വകുപ്പ് ആരംഭിച്ചിട്ടുള്ളതും എല്ലാം തന്നെ UAEയിലാണ്. ഇനി UN വികസന പദ്ധതിയുടെ അംബാസിഡർ ആകുന്ന AI റോബോട്ടിനെ ചോദിച്ചാൽ അത് സോഫിയാണ്. ഓക്കെ, സോഫിയ എന്താണ്? UN വികസന പദ്ധതിയുടെ അംബാസിഡർ ആകുന്ന AI റോബോട്ടാണ് സോഫിയ. മിസ് AI കിരീടം നേടിയ ആദ്യത്തെ വ്യക്തി, അതായത് ആദ്യമായിട്ട് മിസ് AI കിരീടം നേടിയിട്ടുള്ളത് ആരാണ്? അത് കെൻസ ലെയ്ലിയാണ്. മൊറോക്കോയിൽ നിന്നുള്ള കെൻസ ലെയ്ലിക്കാണ് ആദ്യത്തെ മിസ് AI കിരീടം ലഭിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് മെയ്ഫ്ലവർ 400. മെയ്ഫ്ലവർ 400 എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണമായും AI കപ്പലായിട്ടുള്ള കപ്പലിനെയാണ് നമ്മൾ മെയ്ഫ്ലവർ 400 എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ലോകത്തിലെ ആദ്യത്തെ പൂർണ്ണ AI കപ്പൽ? അത് മെയ്ഫ്ലവർ 400 ആണ്. ഇനി മൈക്രോസോഫ്റ്റ് ഓപ്പൺ AIയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് സ്റ്റാർ ഗേറ്റ്. ഓക്കെ, സ്റ്റാർ ഗേറ്റ് എന്തിൻ്റെയാണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ AIയും ചേർന്ന് നിർമ്മിക്കാനൊരുങ്ങുന്ന AI സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് സ്റ്റാർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസോഫ്റ്റിന്റെ AI കീബോർഡ്, അതിന്റെ പേര് മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് കീ എന്നാണ്. ഓക്കെ, സ്വിഫ്റ്റ് കീ. ഓക്കെ, മൈക്രോസോഫ്റ്റ് സ്വിഫ്റ്റ് കീ ഇതെന്താണ്? മൈക്രോസോഫ്റ്റിന്റെ AI കീബോർഡാണ്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ജനറേറ്റീവ് AI ചാറ്റ് ബോട്ട് ചോദിച്ചാൽ അത് മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് ആണ്. നിങ്ങൾ ഗൂഗിളൊക്കെ എടുത്തിട്ടെടുക്കുക, മൈക്രോസോഫ്റ്റ് എഡ്ജ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് അവിടെ വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ ജനറേറ്റീവ് AI ചാറ്റ് ബോട്ട് ആണ് മൈക്രോസോഫ്റ്റ് കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്പൺ AIയുടെ ടെക്സ്റ്റ് ടു വീഡിയോ AI മോഡൽ ആണ് സോറ. ഓക്കെ, ടെക്സ്റ്റിന് നല്ല അപ്പീലിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആക്കി മാറ്റുന്ന ഒരു AI മോഡലാണ് സോറ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ AIയുടെ ടെക്സ്റ്റ് ടു ഇമേജ് AI പോർട്ടൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് DALL-E ആണ്. ഓക്കെ, DALL-E എന്തിനുള്ളതാണ്? E ഫോർ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇമേജ് I ആണെങ്കിലും E എന്നുള്ള ആ ഒരു സൗണ്ട് വെച്ചിട്ട് ഓർക്കുക. DALL-E എന്താണ്? ടെക്സ്റ്റിനെ ഇമേജ് ആക്കി മാറ്റുന്നതാണ് DALL-E. ഇനി മെറ്റ പുറത്തിറക്കിയിട്ടുള്ള നൂതന AI മോഡൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാമയാണ്. ഓക്കെ, മെറ്റ പുറത്തിറക്കിയിട്ടുള്ള നൂതന AI മോഡലാണ് ലാമ. ഇനി AI ഉപയോഗിച്ച് മനുഷ്യരുമായി സംസാരിക്കാൻ ഗൂഗിൾ ആരംഭിച്ച അസിസ്റ്റന്റ് എന്ന് ചോദിച്ചാൽ അത് മീനയാണ്. ഓക്കെ, മീന എന്ന് പറഞ്ഞിട്ടുള്ള അസിസ്റ്റന്റിനെയാണ് ഗൂഗിൾ മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള AI. ഇനി ഗൂഗിളിന്റെ AI ചാറ്റ് ബോട്ടിന്റെ പേര് അത് ജെമിനി എന്നായിരുന്നു. പണ്ട് അതിന്റെ പേര് ബാർഡ് എന്നായിരുന്നു. ഇപ്പൊ അതിനെ റീനെയിം ചെയ്തിട്ട് അതിനെ ജെമിനി എന്നാക്കിയിട്ടുണ്ട്. സോ അത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി എക്സ് എന്നുള്ള ഇതുണ്ടല്ലോ, കമ്പനിയുടെ XAIയുടെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗ്രോക്ക് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. XAI പുറത്തിറക്കിയിട്ടുള്ള AI ചാറ്റ് ബോട്ട് അത് ഗ്രോക്ക് ആണ്. ഇനി വേൾഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്രീസിയേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് അത് ജൂലൈ 16 ആണ്. ജൂലൈ 16 വേൾഡ്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അപ്രീസിയേഷൻ ഡേ ആണ്. ഇനി കോളിൻസ് നിഘണ്ടുവിന്റെ 2023 വാക്കായി തിരഞ്ഞെടുത്തത് അത് AI എന്ന, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വാക്കായിരുന്നു കോളിൻസ് നിഘണ്ടു 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ക്രിക്കറ്റ് ടീമിന്റെ പ്ലേയിങ് 11 തിരഞ്ഞെടുക്കാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചത് അത് ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീമാണ്. ഓർത്തിരിക്കാട്ടോ, ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം എന്ത് ചെയ്തു? പ്ലേയിങ് 11 കണ്ടെത്താൻ വേണ്ടിയിട്ട്, പ്ലേയിങ് 11 കണ്ടെത്താൻ വേണ്ടിയിട്ട് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടീം. ഇതാണ് വേൾഡിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ChatGPT AI റോബോട്ട് അത് ലെക്സിയാണ്. ഓക്കെ, ലെക്സി എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ChatGPT AI റോബോട്ടാണ്. ആൻഡ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇന്ത്യ ആഭ്യന്തരമായി വികസിപ്പിച്ച ChatGPT മാതൃകയാണ് ഹനുമാൻ. ഓക്കെ, ഹനുമാൻ, നമ്മൾ ഹനുമാനെയൊക്കെ ഓർത്തിരിക്കുക. ഹനുമാനൊക്കെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. അപ്പം ഇന്ത്യയിൽ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPTയുടെ മാതൃക എന്താണ്? അത് ഹനുമാനാണ്. ഇനി ഇന്ത്യയുടെ AI തലസ്ഥാനം ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈദരാബാദ് ആണ്. ഓക്കെ, ഹൈദരാബാദ് ഹൈടെക് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നിടത്തിലൊക്കെ അല്ലേ നമ്മൾ AI തലസ്ഥാനമൊക്കെ വെച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ AI തലസ്ഥാനം എവിടെയാണ്? അത് ഹൈദരാബാദിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ക് ഉള്ളതുകൊണ്ട് കിട്ടിയ ഒരു നഗരമാണ്, അതാണ് ലക്നൗ. ഓക്കെ, ഇന്ത്യയുടെ AI നഗരം ഏതാണ്? അത് ലക്നൗ ആണ്. ഇനി മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ തലസ്ഥാനത്തായിരിക്കും. അപ്പം AI തലസ്ഥാനം എവിടെയാണ്? അത് ഹൈദരാബാദാണ്. അതുകൊണ്ട് തന്നെ ഹൈദരാബാദിലാണ് മൈക്രോസോഫ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത്. ഇനി ഇന്ത്യയുടെ ദേശീയ AI പോർട്ടൽ ചോദിച്ചാൽ അത് ഇന്ത്യ AI ആണ്. ഓക്കെ, ഇന്ത്യ AI ഇന്ത്യയുടെ ദേശീയ AI പോർട്ടലാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഡെവിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇത് ഇന്ത്യയിലേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ളത് അത് ദേവികയാണ്. ഓക്കെ, ദേവിക. ആൻഡ് ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മുഫീദാണ്. മുഫീദ് ഒരു മലയാളിയാണ്. അതുകൊണ്ട് മുഫീദിന്റെ പേരൊന്ന് ഓർത്തിരിക്കാം. ഇനി ChatGPTക്ക് ബദലായിട്ട് റിലയൻസ് ജിയോയും IIT ബോംബെയും വികസിപ്പിച്ച സംവിധാനമാണ് ഭാരത് GPT. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ChatGPTക്ക് ബദലായിട്ട് റിലയൻസ് ജിയോയും IIT ബോംബെയും വികസിപ്പിച്ചതാണ് ഭാരത് GPT. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി അത് യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി മുംബൈ ആണ്. ഓക്കെ, മുംബൈയിലുള്ള യൂണിവേഴ്സൽ AI യൂണിവേഴ്സിറ്റി മുംബൈ ആണ് എന്ത് വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ VC കൂടി ഓർത്തിരിക്കുക, അത് സൈമൺ ബാക്ക് ആണ്. ഓക്കെ, സൈമൺ ബാക്ക് ആണ് ഇതിൻ്റെ VC, അതായത് വൈസ് ചാൻസലർ ആയിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രൊഫസറെ അവതരിപ്പിച്ച യൂണിവേഴ്സിറ്റി ചോദിക്കുകയാണെങ്കിൽ അത് അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്. UPയിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയാണ് എന്തിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ AI പ്രൊഫസറിനെ കൊണ്ടുവന്നിട്ടുള്ളത് അത് അമിറ്റി യൂണിവേഴ്സിറ്റിയാണ്. ഇനി AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അത് കർജത്ത് യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയാണ്. ഓക്കെ, എന്താണ്? AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതാണ് കർജത്ത് യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്ര. അടുത്തത് കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ട് അത് മിക്കോ 2 ആണ്. ഓക്കെ, മിക്കോ 2 നമ്മൾ മിക്കി മൗസിനൊക്കെ കുട്ടികൾക്കെല്ലാം ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പം മിക്കോ 2 എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് പേഴ്സണൽ റോബോട്ടാണ് മിക്കോ 2 എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റോബോട്ട് ആയിട്ടുള്ളത് അത് താൽ ബ്രാബോ ആണ്. ഓക്കെ, താൽ ബ്രാബോ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റോബോട്ടാണ്. ഇൻഡസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും മനസ്സിൽ വരുന്നതാണ് ടാറ്റ എന്നുള്ള കമ്പനി ഓർമ്മ വരും. അപ്പം അവിടെ അത് വെച്ച് ഓർത്തിരിക്കുക, താൽ ബ്രാബോ എന്നുള്ളത് ഇൻഡസ്ട്രിയൽ റോബോട്ട്. ഇനി രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്നത് അത് ബാംഗ്ലൂരാണ്. ഓക്കെ, ബാംഗ്ലൂർ എന്താണ്? ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോ പാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് ഗൂഗിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ AI റിസർച്ച് ലാബ് വരുന്നതും ബാംഗ്ലൂരിൽ തന്നെയാണ്. ഓക്കെ, ഇത് രണ്ടും ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിച്ചിരിക്കാം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്രിമാണ് കേട്ടോ. കൃത്രിം എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ AI പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത്. നൈപുണ്യ വികസനത്തിനായി യുവാക്കൾക്ക് AI പരിശീലനം നൽകാനായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്, അതാണ് AI ഫോർ ഇന്ത്യ 2.0. ഓക്കെ, AI ഫോർ ഇന്ത്യ 2.0 എന്നുള്ളതാണ് നൈപുണ്യ വികസനത്തിനായിട്ട് യുവാക്കൾക്ക് AI പരിശീലനം നൽകാനുള്ള ഒരു പദ്ധതിയാണ് AI ഫോർ ഇന്ത്യ 2.0 എന്ന് പറയുന്നത്. ഇനി ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ അറിയുന്നതിനായി UIDAI പുറത്തിറക്കിയിട്ടുള്ള ചാറ്റ് ബോട്ടാണ് ആധാർ മിത്ര. ഓക്കെ, ആധാർ മിത്ര പേരിൽ തന്നെ ഒക്കെ ഉണ്ട്. ആധാർ മിത്ര എന്തിനുള്ളതാണ്? ആധാർ കാർഡിലെ വ്യക്തിഗത വിവരങ്ങൾ അറിയിക്കുന്നതിനായിട്ട് UIDAI പുറത്തിറക്കിയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ടാണ് ആധാർ മിത്ര എന്ന് പറയുന്നത്. ഇനി കോടതി നടപടികൾക്ക് ChatGPT സേവനം ഉപയോഗിച്ച ഹൈക്കോടതി അതേതാണ്? അത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഓക്കെ, പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി. 2 സംസ്ഥാനങ്ങളൊക്കെ വരുന്നില്ലേ ഇതിൽ? അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ഒരു മനുഷ്യന്മാർക്ക് മാത്രം തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അവിടെ ChatGPTയുടെയും കൂടി സഹായം വേണ്ടി വന്നു എന്നുള്ള അങ്ങനെ രീതിയിൽ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് വെക്കാം. ഓക്കെ, അപ്പം കോടതി നടപടികൾക്ക് ChatGPT സേവനം ഉപയോഗിച്ച ഹൈക്കോടതി അത് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയാണ്. ഇനി
എയർടെൽ അവതരിപ്പിച്ച സ്പാം, ഫിഷിംഗ് എന്നിവ മുൻകൂട്ടി തടയാനായിട്ടുള്ള ഒരു AI മോഡൽ ആണ് എയർടെൽ IQ സ്പാം ഫീൽഡ്. ഓക്കെ, എയർടെൽ IQ സ്പാം ഫീൽഡ് പേര് തന്നെ ഉണ്ട്. സ്പാമിനെയൊക്കെ അതുപോലെ തന്നെ ഫിഷിങ്ങിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള AI മോഡലാണ് എയർടെൽ IQ സ്പാം ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും നേരം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. വ്യാജ സിം കാർഡ് പരിശോധനയ്ക്ക് ഉള്ള AI സോഫ്റ്റ്വെയർ ചോദിച്ചാൽ അത് അസ്ത്രയാണ്. ഓക്കെ, അസ്ത്ര എന്താണ്? വ്യാജ സിം കാർഡ് പരിശോധനയ്ക്കുള്ള AI സോഫ്റ്റ്വെയർ ആണ്. ChatGPTക്ക് ബദലായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ട് ആണ് കൃത്രിം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI ലോക് അദാലത്ത് നടന്ന സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഓക്കെ, രാജസ്ഥാനിൽ വെച്ചിട്ടാണ്. രാജസ്ഥാൻ നമ്മുടെ ഏറ്റവും വലിയ സംസ്ഥാനമാണല്ലോ. അപ്പം അവിടെ വെച്ചിട്ടാണ് ലോക് അദാലത്തൊക്കെ നടത്തുന്നതൊക്കെ കുറേ സ്ഥലമൊക്കെ വേണം. അപ്പം ഏറ്റവും വലുതുള്ള സ്ഥലത്ത് തന്നെ വേണം. അതുകൊണ്ട് രാജസ്ഥാനിൽ വെച്ചിട്ടാണ് എന്ത് നടന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ AI ലോക് അദാലത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി കാർഷിക മേഖലയ്ക്ക് വേണ്ടി പുറത്തിറക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ട് ചോദിച്ചാൽ അത് അമാക്രൂഷയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് അമാക്രൂഷ. ഇറക്കിയിട്ടുള്ളത് ഒഡീഷയിലാണ് കേട്ടോ, ഒഡീഷയാണ്. ഇനി റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള AI സംവിധാനമാണ് ഗജരാജ് സുരക്ഷ. ഇമ്പോർട്ടൻ്റ് ആണ്. ഗജരാജ് സുരക്ഷ എന്താണ്? ഗജരാജന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് റെയിൽ പാളങ്ങളിൽ. ഓക്കെ, റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് റെയിൽവേ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു AI സംവിധാനമാണ് ഗജരാജ് സുരക്ഷ എന്ന് പറയുന്നത്. ഇനി മനുഷ്യ സഹായമില്ലാതെ മാൻഹോൾ വൃത്തിയാക്കാനുള്ള ആദ്യത്തെ റോബോട്ട് ചോദിച്ചാൽ അത് സ്കാവഞ്ചർ ബാൻഡിക്കൂട്ടാണ്. ഓക്കെ, സ്കാവഞ്ചർ ബാൻഡിക്കൂട്ട് എന്തിനുള്ളതാണ്? മനുഷ്യന്മാരുടെ ഒന്നും സഹായമില്ലാതെ മാൻഹോൾ വൃത്തിയാക്കാനുള്ള റോബോട്ടാണ് സ്കാവഞ്ചർ ബാൻഡിക്കൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മായ. മായ എന്താണ്? വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ എന്ന് പറയുന്നത്. ഓക്കെ, മായയാണ്, എല്ലാം മായയാണ് അല്ലേ? പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു മായാലോകത്തൊക്കെ എത്തിയ പോലെ തോന്നും അല്ലേ? വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സോ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തിട്ട് വെക്കുക. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചിങ് റോബോട്ട് എന്ന് ചോദിച്ചാൽ അത് ഈഗിൾ 2.0 ആണ്. ഓക്കെ, എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ടീച്ചിങ് റോബോട്ട്? അത് ഈഗിൾ 2.0 ആണ്. ഇന്ത്യയുടെ AI ഭാഷാ വിവർത്തക പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് അത് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനി. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനി ഭാഷയുടെ വിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനി എന്ന് പറയുന്നത്. അടുത്തതാണ് ലിസ. ലിസ ആരാണ്? അത് ഒഡീഷയിലെ AI വാർത്താ അവതാരകയാണ് ലിസ. ഓക്കെ, ഒഡീഷ ലിസ ഒക്കെ ഒരു കണക്ഷൻ തോന്നില്ലേ? അപ്പം ഒഡീഷയിലെ AI വാർത്താ അവതാരിക അത് ലിസയാണ്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AI അവതാരികയെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗന്ദര്യമാണ്. ഓക്കെ, സൗന്ദര്യ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ AI അവതാരിക പവർ TVയിലുള്ള സൗന്ദര്യമാണ് കേട്ടോ, സൗന്ദര്യ. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ അവതരിപ്പിച്ച AI അവതാരകയായിരുന്നു സമത. ഓക്കെ, സമത. മമതാ ബാനർജി ഉള്ളത് എവിടെയാണ്? ബംഗാളിലാണ്. അതുകൊണ്ട് അവിടെയുള്ള AI അവതാരകയുടെ പേരെന്താണ്? സമതയാണ്. അങ്ങനെ കണക്ട് ചെയ്യുക. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ അത് മോണിക്ക ഒരു AI സ്റ്റോറി എന്നതാണ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് EM അഷ്റഫ് ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ? അത് മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. അപ്പം അതുപോലെ ആ സമയത്ത് ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള AI സിനിമ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ ആണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ AI ഗായികനെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് ഹിഷാം അബ്ദുൾ വഹാബാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ AI ഗായികയെ അവതരിപ്പിച്ചത് അത് ഹിഷാം അബ്ദുൾ വഹാബാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ലിൻഡയാണ്. ഓക്കെ, ലിൻഡയാണ്. ഇനി ബാങ്കിങ് നിയമനങ്ങൾക്ക് AI ഉപയോഗപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് അത് ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്ക് എന്ത് ചെയ്തു? ബാങ്കിങ് നിയമനങ്ങളിൽ AIയെ ഉപയോഗപ്പെടുത്തി. ഇനി ആക്സിസ് ബാങ്ക് ആരംഭിച്ച റോബോട്ടിന് ചോദിച്ചാൽ അത് ആക്സയാണ്. ഓക്കെ, ആക്സ. അതിൽ തന്നെ ഉണ്ട് ആക്സിസ്. ആക്സയുടേത് എന്താ? ആക്സിസിൻ്റെ ഏതാണ്? ആക്സ ആണെങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ വോയിസ് ബോട്ടാണ് കെയ എന്ന് പറയുന്നത്. ഓക്കെ, കൊട്ടക് മഹീന്ദ്രേൻ്റെത് കെയാണ്. കെയ. ഓക്കെ, അത്രയാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ എന്ന് പറയുന്നത് അത് ശാന്തിഗിരി വിദ്യാഭവനാണ്. തിരുവനന്തപുരം പോത്തങ്കോടുള്ള ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യത്തെ AI സ്കൂളായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ AI അധ്യാപിക കേരളത്തിൽ ആരായിരുന്നു? അത് ഐറിസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ ബിയാട്രസിനെ ലോകത്തിൽ പറഞ്ഞിരുന്നു. ഓക്കെ, കേരളത്തിലേക്ക് വരുമ്പോൾ അതാരാണ്? AI അധ്യാപിക അത് ഐറിസ് ആണ്. അത് വന്നിട്ടുള്ളത് കല്ലമ്പലം KTCT സ്കൂള് തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പം തിരുവനന്തപുരത്താണ് രണ്ടും ഉള്ളത്. AI സ്കൂളുള്ളത് അധ്യാപിക ഉള്ളതും തിരുവനന്തപുരത്താണ്. വേറെ സ്കൂളുകളിലാണ്. ഇനി IBM നിർമ്മിത ബുദ്ധി കേരളത്തിൽ ഹബ്ബ് ആരംഭിക്കുന്നത് അത് കൊച്ചിയിലാണ്. ഓക്കെ, IBMന്റെ ഹബ്ബ് വരുന്നത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള AI അധ്യാപക പരിശീലനം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനം അത് നമ്മുടെ കേരളത്തിലാണ്. ഓക്കെ, കേരളത്തിൽ എന്താണുള്ളത്? ഏറ്റവും വലിയതും അതുപോലെ തന്നെ ആദ്യത്തേതുമായിട്ടുള്ള AI അധ്യാപക പരിശീലനം ആണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. AI സഹായത്തോടെ സജ്ജമാക്കിയിട്ടുള്ള വേദിക് സ്കൂൾ നിലവിൽ വന്ന കേരളത്തിലെ നഗരം ചോദിച്ചാൽ കൊച്ചിയാണ്. അപ്പം എന്തൊക്കെയാണ് കൊച്ചിയിലുള്ളത്? IBM നിർമ്മിത ബുദ്ധി കേരളത്തിലെ ഹബ്ബ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ AI സഹായത്തോടെ സജ്ജമാക്കിയിട്ടുള്ള വേദിക് സ്കൂൾ നിലവിൽ വരുന്നതും രണ്ടും കൊച്ചിയിലാണ്.
ഇനി കലോത്സവ വാർത്തകൾ വായിക്കാൻ മാതൃഭൂമി അവതരിപ്പിച്ചിട്ടുള്ള ഒരു AI റോബോട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. അതാണ് ചിലങ്ക. ഓക്കെ, കലോത്സവത്തിൽ എല്ലാവരും ചിലങ്കയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാവുക. അപ്പം ചിലങ്ക എന്താണ്, കലോത്സവ വാർത്ത വായിക്കാൻ വേണ്ടി മാതൃഭൂമി അവതരിപ്പിച്ചിട്ടുള്ള ഒരു AI റിപ്പോർട്ടർ ആയിരുന്നു. അതുപോലെ AI ന്യൂസ് അവതാരകനുള്ള മലയാളത്തിലെ ആദ്യത്തെ ചാനൽ ചോദിച്ചാൽ അത് മീഡിയ വൺ ആണ്. ഓക്കെ, മീഡിയ വണ്ണിലാണ് ആദ്യമായിട്ട് ഒരു AI ന്യൂസ് അവതാരകൻ വരുന്നത്. ആൻഡ് അവതാരകന്റെ പേരെന്ന് പറയുന്നത് ഇവാനാണ്. അപ്പം ഇവനാണ് എന്ത് വന്നത്, ഇവൻ വന്നിട്ടാണ് ന്യൂസ് വായിച്ചത്. അങ്ങനെ ഓർത്തിരിക്കുക. ഇവൻ എവിടെയുള്ളതാണ്, മീഡിയ വണ്ണിലുള്ളതാണ്. ഇനി ഷിമാട്ടി നമുക്കറിയാലോ, ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ് ഷിമാട്ടി എന്ന് പറയുന്നത്. അപ്പം ഷിമാട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള AI ഫാഷൻ മോഡൽ അത് ഇഷ രവിയാണ്. ഓക്കെ, ഇഷ രവി എന്താണ്, ബ്രാൻഡ് നമ്മളുടെ ഷിമാട്ടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള AI ഫാഷൻ മോഡലാണ്. ഓക്കെ, അപ്പം കേരളവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട വേറൊരാളുണ്ട്, അതാണ് കൈരളി. കൈരളി എന്താണ്, കേരളം സ്വന്തമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ച AI പ്രോസസ്സറാണ് കൈരളി എന്ന് പറയുന്നത്. ആൻഡ് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഇത് വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ അലക്സ് ജെയിംസിന്റെ നേതൃത്വത്തിലാണ് കേരള ഡിജിറ്റൽ സർവകലാശാല കൈരളി എന്ന് പറയുന്ന ഒരു AI പ്രോസസ്സർ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് കൈരളി ഉപയോഗിക്കുന്നത്, കൃഷിയിടങ്ങളിൽ ചിപ്പ് സ്ഥാപിച്ച് വിത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും കൃത്യമായ അളവിൽ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു കൈരളി AI പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമാ ക്രൂഷെ ഒഡീഷയിൽ വന്നത്. ഇത് കൈരളി വന്നിട്ടുള്ളത് കേരളത്തിലാണ്. ഇനി AI ഉപയോഗിച്ച് ഗർഭാശയ ക്യാൻസർ ആരംഭഘട്ടത്തിൽ നിർണ്ണയിക്കുന്ന തിരുവനന്തപുരം RCCയിലെ ഓട്ടോമാറ്റിക് ഹൈസ്പീഡ് മിഷന്റെ പേരാണ് സർവീസ് സ്കാൻ. ഓക്കെ, സർവീസ് സ്കാൻ എവിടെയാണുള്ളത്, തിരുവനന്തപുരം RCCയിലാണുള്ളത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഗർഭാശയ ക്യാൻസർ ആരംഭഘട്ടത്തിൽ തന്നെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ സഹായിക്കുന്നത് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അടുത്തത് നമുക്ക് നോക്കുന്നത് വെന്യൂസ് ആണ്. ഓക്കെ, വെന്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്യൻ യൂണിയനും 27 രാജ്യങ്ങളും AI വഴി സൃഷ്ടിക്കപ്പെടാവുന്ന വൻ വിപത്തിൽ നിന്നും മനുഷ്യരാശിയെ സംരക്ഷിക്കാനായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്താണ്, യൂറോപ്യൻ യൂണിയനും 27 രാജ്യങ്ങളിൽ ഇന്ത്യ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം കൂടി AI വഴി സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുള്ള വിപത്തിൽ നിന്ന് മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ബ്ലെച്ച്ലി പ്രഖ്യാപനം എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പോയിട്ടുണ്ടായിരുന്നത് IT മന്ത്രി ആയിട്ടുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആണ്. ഓക്കെ, ഇനി ലോകത്തിലെ ആദ്യത്തെ AI ഉച്ചകോടി നടന്നിട്ടുള്ളത് അത് ബ്രിട്ടനിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ബ്രിട്ടനിൽ വെച്ചിട്ട് എന്തായിരുന്നു, ആദ്യത്തെ AI ഉച്ചകോടി നടത്തും. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ AI സമ്മിറ്റിന്റെ പേര് അത് റേസ് 2020 എന്നാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലോബൽ AI സമ്മിറ്റ് എന്തായിരുന്നു, റേസ് 2020 ആണ് നടന്നിട്ടുള്ളത്, ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ജെൻ AI കോൺക്ലേവ് വേദിയായിട്ടുള്ളത് അത് കേരളമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻ AI കോൺക്ലേവിന്റെ വേദി എവിടെയാണ്, അത് കേരളമാണ്. ഇനി ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ GPAI സമ്മിറ്റ് 2023 വേദിയായിട്ടുള്ളത് അത് ഡൽഹി ആയിരുന്നു. ഓക്കെ, ഡൽഹിയിൽ എന്തുവായിരുന്നു, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മിറ്റ് 2023 നടന്നു. 2022 നടന്നിട്ടുണ്ടായിരുന്നത് അത് പക്ഷേ ജപ്പാനിൽ. ഇനി AIയുടെ മെഷീൻ സ്കാൻ സി ഉച്ചകോടി 2023 നടന്നിട്ടുള്ളത് എവിടെയാണ്, അത് ദുബായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് AIനെ കുറിച്ചിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഞാൻ ഇതിന്റെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് Thank you so much for listening and happy learning.